ഹലോ ഒരുപാട് അച്ഛന്മാരമ്മമാരെ ചേട്ടന്മാരെ ചേച്ചിമാരെ അനിമാരെ അനിമാരെ എല്ലാവർക്കും അസ്ലം ലാഫിന്റെ വീഡിയോയിലേക്ക് പമ്പിച്ച സ്വാഗതം. ബിഫോർ ഗോയിങ് ഇൻ ടു ദ വീഡിയോ, മൈസെൽഫ് CA അസ്ലം 2022 മെയിലാണ് ക്വാളിഫൈ ആയത്. അതിനുശേഷം ഒരു 1.5 കൊല്ലം വൺ ഓഫ് ദ ബിഗ് ഫോറിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നീട് സിനിമയിലൊക്കെ കാണുന്ന പോലെ IT എംപ്ലോയ്മെന്റ് ഒക്കെ വിട്ടിട്ട് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഇപ്പൊ മൂഞ്ചി തെറ്റിയിരിക്കുമോ ഇല്ലയോ എന്ന് അറിയുന്ന ഒരു പ്രോസസ്സിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒബ്വിയസ്ലി വൺ ഓഫ് മൈ ഇഷ്ടമുള്ള ഏരിയ ആയതുകൊണ്ട് അതിലൊക്കെ വർക്ക് ചെയ്യണതിന്റെ വർക്കിംഗ് സ്റ്റേജ് പ്രോസസ്സിലാണ്. പലരും CA കഴിഞ്ഞിട്ട് ലൈഫ് സെറ്റിൽ ആവുന്ന സമയത്താണ് ഇപ്പൊ ഞാൻ CA കഴിഞ്ഞിട്ട് അതിക്കും മേലെയുള്ള ഒരു സംഭവം അച്ചീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ നിൽക്കുന്നത്. ലൈക്ക് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. അപ്പൊ നമുക്ക് പറ്റുന്ന സമയത്ത് വർക്ക് ചെയ്യാന്നുള്ള ഒരു ഹോപ്പിലാണ് ഇറങ്ങിയത്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എനിക്ക് കുറെ ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. ലൈക്ക് സാർ CA +2 കഴിഞ്ഞിട്ട് പോകണതാണോ നല്ലത്, അത് BCom കഴിഞ്ഞിട്ട് പോകണതാണോ നല്ലത്, സാർ ഞാൻ CA എടുക്കണോ ACC എടുക്കണോ, ആകെ ഒരു കൺഫ്യൂഷനിലാണ്. അപ്പൊ അങ്ങനത്തെ കിട്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യുക ഒരു കുഞ്ഞു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് അതിന് കൂടുതൽ വല്ല ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എനിക്കത് അടുത്ത വീഡിയോയിൽ റിപ്ലൈ തരാൻ പറ്റുന്നതാണ്. വൈകാതെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ചെന്നാലോ. ഫസ്റ്റ് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സാർ ഞാൻ CA അല്ലെങ്കിൽ ACC CS എന്തുവേണമെങ്കിലും ആയിക്കോട്ടെ, അത് BCom കഴിഞ്ഞിട്ട് പോകണോ അതോ +2 കഴിഞ്ഞിട്ട് പോകണോ? മൈ ആൻസർ വിൽ ഓൾവേസ് ബി ഇൻ എനി ഉറക്കത്തിലാണെങ്കിൽ പോലും നിങ്ങൾ +2 കഴിഞ്ഞിട്ടേ പോവാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡിഗ്രി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിഗ്രി മാത്രം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു ജോബ് ഒന്നും കിട്ടാനില്ല. അപ്പൊ ഞാനൊക്കെ +2 പഠിക്കുന്ന സമയത്ത് എന്റെ വീട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ എന്റെ ചുറ്റുള്ളവരായിക്കോട്ടെ കൂടുതലും പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഗ്രി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കമ്പനി കയറാം, ഏതെങ്കിലും ഒരു കമ്പനി, അത് ഏത് കമ്പനി അറിയില്ല, ഡിഗ്രി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കമ്പനി കയറാം, ഏത് കമ്പനി അത് അപ്പരാരും അറിയാം. ഈ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് ഡിഗ്രി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഒരു ജോബിന് പോണത്. അപ്പൊ ആ ഒരു ഏരിയയിൽ നമ്മളൊരു BCom അല്ലെങ്കിൽ ആ കൊമേഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു സ്ട്രീം വെച്ച് മാത്രം പോയോണ്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ BCom മാത്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും വലിയൊരു മാസ്മരികമായിട്ടുള്ള ഒരു സാലറിയോട് കൂട്ടൊരു ജോബിന് കയറാൻ പറ്റത്തില്ല. പിന്നെ ആൾക്കാർ കൂടുതൽ പോണ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ്. എൻജോയ്മെന്റ് ആണെങ്കിൽ പോലും കോളേജിന്റെ പേര് കണ്ടിട്ടല്ല അവിടുത്തെ നമ്മുടെ ഡിഗ്രിയുടെ എൻജോയ്മെന്റ് ഉണ്ടായിരിക്കുക. ആ ഡിഗ്രിയിൽ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് ആര്, നമ്മുടെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട്, നമ്മൾ ഏത് സ്ട്രീം എടുക്കുന്ന ആ സ്ട്രീമിന് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ആ കോളേജിലുള്ളത്, ഇതിന്റെ ഒക്കെ ബേസിലാണ് നമുക്കൊരു കോളേജ് ലൈഫ് കിട്ടുമോ ഇല്ലയോ എന്നിരിക്കുക. നിങ്ങൾ ഇത്രയും വലിയ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ കോളേജിൽ വന്ന് 2 മക്കളാച്ചനാണ് നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്നത്, നിങ്ങളും അതുപോലെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കോളേജ് ലൈഫും നിങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടാൻ പോണില്ല. വലിയൊരു കോളേജ് ലൈഫ് ഒക്കെ ആഗ്രഹിച്ചിട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ആവണില്ല, അവിടെ നോൺ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ആവാതിരിക്കും. നമ്മളൊരു റിസ്കിലാണ്, ഒരു അൺസർട്ടനിറ്റിയിലാണ് നിങ്ങൾ പോണത്. ഇത്രയും നമ്മൾ ഒരു അൺസർട്ടനിറ്റിയിൽ പോയിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന റിവാർഡ് പറയുന്നത് ഭയങ്കര കുറവാണ് അല്ലേ. നമുക്ക് എൻജോയ്മെന്റ് കിട്ടാതിരിക്കാം. ഇനിയിപ്പോ എൻജോയ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള വല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകണ്ട. നമുക്ക് ഭാവിയിൽ ജീവിക്കാൻ പേസ് തന്നെ വേണം ഒബ്വിയസ്ലി. അപ്പൊ അതൊക്കെ എല്ലാം കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോബിന് പഠിക്കാൻ വേഗം പോവാ, എന്നിട്ട് പഠിക്കണത് തന്നെ വേഗം പാസ്സാവാൻ വേണ്ടി നോക്കാം, അധികം അറ്റംപ്റ്റ് എടുക്കാതെ. എന്നിട്ട് നിങ്ങൾ ഒരു ജോബിന് കയറിയിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ വരും, നിങ്ങളുടെ കയ്യിൽ മണി വരും, നിങ്ങൾക്ക് പബ്ബിൽ പോവാം, നത്തിങ് ബട്ട് എൻജോയ്മെന്റ് ചെയ്യാം, ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരന്റ്സിന് വേണ്ടതൊക്കെ മേടിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ സ്വയം കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാതെ നിങ്ങൾക്ക് സ്വയം ബുക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, പല സ്ഥലത്തോട്ട് പോവാം. അതും എൻജോയ്മെന്റ് തന്നെയാണ്. അത് നിങ്ങളുടെ തീരുമാനത്തിലാണ് എൻജോയ്മെന്റ് നടത്തുന്നത്. അപ്പൊ നമുക്ക് മണി കയ്യിൽ വരുമ്പോഴാണ് ആ കൈൻഡ് ഓഫ് എൻജോയ്മെന്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ജീവിക്കുന്നത് ഹാപ്പിനെസിന് വേണ്ടിയിട്ട്. ഹാപ്പിനെസ് പലർക്കും പലതാണ്. ചിലർക്ക് വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഹാപ്പിനെസ്, അതും ഹാപ്പിനെസ് തന്നെയാണ്, അത് മോശം എന്നല്ല. ചിലർക്ക് കറങ്ങുമ്പോഴായിരിക്കും ഹാപ്പിനെസ്. അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ കാലത്ത് മണി വേണം. നമുക്ക് എത്രത്തോളം നേരത്തെ പാസ്സാൻ പറ്റും അത്രത്തോളം എൻജോയ് ചെയ്യാനുള്ള സമയം കൂടി വരല്ലടാ. എന്തുകൊണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുക +2 കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ വേറെ വല്ല ഒബ്ജക്റ്റീവ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊന്നും വരണം തന്നെ ഞാൻ പറയത്തില്ല. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ ഇത് റിലേറ്റഡ് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മാത്രം പറയണതാട്ടോ ഇത്. അല്ലാതെ ജനിച്ചാൽ CA എടുക്കണം അല്ലെങ്കിൽ ACC എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ലേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് CAക്ക് വരണ കൂടുതൽ ആൾക്കാരും കോടികൾ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഒപ്പിന് ലക്ഷ്യങ്ങൾ. അതൊന്നും ഇല്ലാതെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ പല വീഡിയോയിൽ കാട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ടിങ്ങിൽ റവന്യൂ കിട്ടുന്ന ഏരിയാസിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. ലൈക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ആക്ടിങ്. നമ്മൾ ഉറങ്ങിക്കെടുക്കുമ്പോഴും പോലും നമ്മൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള വല്ല സ്കോപ്പുള്ള ഏരിയയിലൊക്കെയാണ് വർക്ക് ചെയ്യണമെങ്കിലാണ് നമുക്ക് അങ്ങനെ കോടി അല്ലെങ്കിൽ ലക്ഷറി അല്ലെങ്കിൽ
ഭയങ്കര അൾട്രാ സക്സസ് ഒക്കെ ലൈക്ക് കിട്ടത്തുള്ളൂ. എന്റെ ആസ്പെക്റ്റിലാണ്. ലൈക്ക് നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരുടെ ഇൻഡിപെൻഡന്റ് ചോയ്സ് ആണെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും എനിക്ക് ചോദിക്കുകയാണ്, സാർ സി എടുക്കണോ ACC എടുക്കണോ, സി എടുക്കണോ ACC എടുക്കണോ, ACC എടുക്കണോ സി എടുക്കണോ, സി എടുക്കണോ ACC എടുക്കണോ, ACC എടുക്കണോ സി എടുക്കണോ? ഏതെങ്കിലും എടുക്കുക. കാരണം ഇന്ത്യക്ക് വെളി പോയാല് ഇതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുള്ള എന്റെ നോളജ് വെച്ചിട്ടാട്ടോ ഞാൻ പറയണത്. ചിലപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ടുള്ള ആള് അധികം നോളജ് ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ആ നോളജ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ എനിക്ക് ചിലപ്പോൾ ആ നോളജ് കുറവായിരിക്കും. ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങളിത് ഫൈനൽ തീരുമാനമാക്കി എടുക്കരുത്. നിങ്ങളുടെ ജേർണിയിൽ തീരുമാനം എടുക്കുന്നതിൽ ഒരു കൺസിഡർ മാത്രമാണ് എന്റെ ഒപ്പീനിയൻ ചെയ്യാൻ പാടുള്ളൂ. ഇന്ത്യക്ക് വെളിയിൽ പോയാല് CA വലുത് ACCA ചെറുത് ആ ഒരു സംഭവം ഇല്ല. ജോബിന്റെ ആസ്പെക്റ്റിലാണ് പറഞ്ഞത്. CA ആയിക്കോട്ടെ ACC ആയിക്കോട്ടെ CMA US ആയിക്കോട്ടെ ഒരേ ഒരു ലെവലിൽ പോണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. റെസ്യൂമി ഒന്ന് എടുത്ത് നോക്കി നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കാൻ ആ ഒരു പ്രോസസ്സിന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ക്വാളിഫിക്കേഷൻ വലിയ റെലവൻസ് ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് നമ്മുടെ കരിയർ ഗ്രോത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ എംപ്ലോയ്മെന്റ് ജേർണി ആയിക്കോട്ടെ, സാലറിയുടെ ഹൈക്ക് ഒക്കെ ആയിക്കോട്ടെ, ഒക്കെ ബേസ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പീരിയൻസിന്റെ ബേസിസിൽ, നമ്മുടെ സ്കില്ലിന്റെ ബേസിസിലാണ്. ബിഗ് ഫോറിൽ വർക്ക് ചെയ്യുന്ന സമയത്തായാലും അവിടെ ഹവർ ലൈക്ക് എത്ര ഹവർ ആണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒക്കെ ബേസിസിലാണ്. എന്നും ഓഫീസിൽ വരാറുണ്ടോ, ആക്റ്റീവ് ആണോ, അതിനൊക്കെ ബേസിലാണ് ഇൻക്രിമെന്റ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇന്ത്യയിലാണെങ്കിൽ ഒബ്വിയസ്ലി CA തന്നെയാണ് ഡോമിനേറ്റിംഗ് പവർ. കോമേഴ്സിൽ ഏതൊരു കോഴ്സ് ആയിക്കോട്ടെ CA തന്നെ ഡോമിനേറ്റിംഗ് പവർ. ലൈക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ACC ഒക്കെ ഫസ്റ്റ് പാസ്സായിട്ടുള്ള ഒരാൾക്ക് 25,000 കിട്ടണമെങ്കിൽ CA പാസ്സായ ഒരാൾക്ക് മാസം ലൈക്ക് 70 സംതിങ് കിട്ടും. പ്രാക്ടീസിങ് ഒബ്വിയസ്ലി CA-ക്കാർക്ക് തന്നെ ഇന്ത്യയിലുള്ളൂ. പിന്നെ ACCA-ക്ക് പ്രാക്ടീസിങ് റേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ കമന്റിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ACCA-ക്ക് പ്രാക്ടീസിങ് റേറ്റ് ഉണ്ട്, AQ റേറ്റ്സ് എന്തൊക്കെയാ പറയാ, UK-ൽ ഉണ്ട് എന്നാണ് പറയണത്. അയാൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് പറയണത്. അപ്പോൾ ഒബ്വിയസ്ലി ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് അറിയത്തില്ല. ലൈക്ക് ഞാൻ ആളുടെ ID ഇവിടെ ഒന്ന് കൊടുക്കാം. ആൾ എന്റെ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ACCA-ൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അയാളെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അയാൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ റിപ്ലൈ തരും. എനിക്ക് ആളെ അറിയുപോലും ഇല്ലാത്ത കമന്റിൽ കണ്ടിട്ടുള്ള ഒരു പരിചയം ഉള്ളൂ. പിന്നെ ഒരു റെസ്പെക്ട് വൈസ് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് CA ആണ് എല്ലാ കാക്കും തൻകുന്ന് പൊൻകുന്ന് പറഞ്ഞ പോലെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് CA തന്നെയാണ്. നമ്മൾ CA പാസ്സായി അല്ലെങ്കിൽ ACCA പാസ്സായി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ തന്നെ റിപ്ലൈയുടെ ഒരു ഡിഗ്രി CA-ക്കാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ജോബിൽ നിന്നാണെങ്കിൽ ടീച്ചിങ്ങിന് പോകില്ല. അപ്പൊ പല സ്ഥലത്തോട്ടും ഞാൻ ടീച്ചിങ്ങിനോട്ട് പോകുമ്പോൾ ഇന്റർവ്യൂവിന് ലൈക്ക് ടീച്ചിങ്ങിന്റെ ഒക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ CA കഴിഞ്ഞതാ പറയുമ്പോൾ അവരെടുത്ത് ചോദിക്കും, എന്ത് CA കഴിഞ്ഞോ, CA മൊത്തത്തിൽ കഴിഞ്ഞോ, ഫൈനല് കഴിഞ്ഞോ. ഞാൻ എന്റെ ഏജ് കൂടി പറയുമ്പോൾ ലൈക്ക് മൊത്തത്തിൽ ചോദിക്കും. കാരണം അവർക്കറിയാം CA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ പെട്ടെന്ന് കഴിയാൻ പറ്റില്ല. ഇത്തിരി നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, ബുദ്ധി വേണമെന്നല്ല, ഇത്തിരി നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ അവർക്കൊരു പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ACCA കഴിഞ്ഞു എന്ന് പറഞ്ഞാല് ആ ഒരു കൈൻഡ് ഓഫ് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇന്റൻസിറ്റിയിൽ കേൾക്കണ ആൾ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്റെ ആസ്പെക്ട് ആണ്. ബട്ട് ഫൈനാൻഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. എന്തിന് ACCA-ക്ക് ഒരു പേപ്പറിന് തന്നെ 20,000 സംതിങ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഒരു വട്ടം ഫുൾ എഴുതാ പറയുമ്പോൾ അത്യാവശ്യം പൈസ കയ്യിൽ നിന്ന് പോവും. അതിന്റെ കൂടെ തോറ്റ് കഴിഞ്ഞാൽ രണ്ടാമത് എഴുതാ പറയുമ്പോൾ അതിനേക്കാളും പോവും. പക്ഷെ CA-ക്ക് ആ ഒരു പ്രശ്നമില്ല. 1,000-2,000 ഒക്കെ വരണുള്ളൂ ഒരു ഗ്രൂപ്പിന് തന്നെ 4 പേപ്പറിന് കൂടിയിട്ട്. അപ്പൊ എക്കോണമിക്കൽ ഭയങ്കരമാണ്. എന്നാൽ ഇതിന് കിട്ടുന്ന റിവാർഡും ലൈക്ക് ACCA-ന്റെ ഒപ്പം അല്ലെങ്കിൽ അതിന്റെ മേലെ വരുന്നതാണ്. പിന്നെ നമ്മുടെ സ്കിൽ ബേസ്ഡും തലവരും പോലെയൊക്കെ ഇരിക്കും. നമുക്ക് റെക്കമെൻഡ് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിന്റെ പോലെ ഇരിക്കും. ഞാൻ +2 പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ CA-ക്കാണ് എടുക്കുള്ളൂ. കാരണം എന്റെ ആറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും എടുക്കുന്നത് അങ്ങനെ എടുക്കണം. എന്റെ മൈൻഡിൽ ആർക്കും അങ്ങനെ പറ്റാത്തത് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആളാണ് ഞാൻ. എന്നാൽ ചിലർക്ക് ആർക്കും പറ്റാത്തത് ചെയ്യണമെന്നൊന്നുമില്ല. എനിക്ക് എല്ലാവരും ചെയ്യുന്നത് ചെയ്താൽ മതി. എനിക്കൊരു പ്രത്യേകിച്ച് വലിയൊരു ആൾക്കാരുടെ റെസ്പെക്ട് വേണം, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഒന്ന് അതിശയപ്പെടാം, അങ്ങനെയൊന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അവർക്ക് ഇഷ്ടമുള്ള ഏരിയാസിനും പോട്ടെ, അത് മോശമൊന്നുമല്ല. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ അറിയാന്നുണ്ടെങ്കിൽ ഞാൻ +2 പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ആലോചിക്കും. CA പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും പറ്റത്തില്ല. ഇത്തിരി കഷ്ടപ്പെടാനേ പറ്റും. അപ്പൊ ഇത് പാസ്സായി കഴിഞ്ഞാൽ ഒരു ഇത്തിരി റെസ്പെക്ട് കൂടുതൽ കിട്ടും. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ CA-ക്കാണ് പോകുന്നത്. അത് എന്റെ മൈൻഡ് സെറ്റ് വെച്ചിട്ടാട്ടോ. ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആണ്. ലൈക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇഷ്ടമാതിരി സ്ഥലത്ത് ചെല്ലുമ്പോൾ 23 വയസ്സിൽ ക്ലിയർ ചെയ്തപ്പോൾ കുറെ പേര് ലൈക്ക് നമുക്ക് ആ ചോദ്യത്തിന് ആ മീനിങ് 23 വയസ്സിൽ ക്ലിയർ ആയോ, CA ഫുള്ള് ക്ലിയർ ആയോ, ഫൈനലി ഫുള്ള് ക്ലിയർ ആയോ. അതിന് താഴെയും പാസ്സാവണവരൊക്കെ ഉണ്ട്, 22 വയസ്സിൽ പാസ്സാവണവരൊക്കെ ഉണ്ട്. ഞാൻ 22 വയസ്സിൽ ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്തതാണ്. ബട്ട് 23-ലാണ് കിട്ടിയത്. നമ്മൾ വർക്ക് ചെയ്താലും ലക്ക് പറഞ്ഞ സാധനം കൂടി വേണമല്ലോ. ഞാൻ വർക്ക് ചെയ്തതും ചിലപ്പോൾ കുറഞ്ഞോണ്ടായിരിക്കാം 23-ലാണ് ക്ലിയർ ആയത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ 1 ഇയർ കുറച്ചതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാം നമ്മൾ അധികം ലേറ്റ് ആവാതെ സ്കൂളിൽ ചേർത്തിട്ടുള്ള ഒരു ആൾക്കാരാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമുക്കൊരു 21-ാം വയസ്സിൽ വേണമെങ്കിൽ CA ക്ലിയർ ആവാം. കാരണം 5 കൊല്ലമുള്ളപ്പോൾ തന്നെ 22-ാം വയസ്സിൽ പാസ്സായവരുണ്ട്. ഒബ്വിയസ്ലി ഇപ്പൊ 4 കൊല്ലം ആകുമ്പോൾ ലൈക്ക് അറൗണ്ട് ആ ഒരു ഇയർ ആകുമ്പോൾ 21-ാം വയസ്സിലും കഴിയാം. ബട്ട് അത് അത്രയും ഫോക്കസ് ആയിട്ട്
ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യാതെ ഡിറ്റർമിൻഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ, ബൈ.